തിരിച്ചുവരവിൻ്റെ ആനന്ദത്തെക്കുറിച്ചും മടങ്ങിപ്പോകലിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ധൂർത്തപുത്രൻ്റെ ഉപമ. ഒരപ്പൻ്റെ അനന്തമായ സ്നേഹത്തിലേക്ക് മടങ്ങി വരുമ്പോൾ സ്വർഗം പോലും സന്തോഷിക്കുമെന്ന് നമ്മളെ സദാ ഓർമ്മപ്പെടുത്തുകയാണ് സുവിശേഷം. തൻ്റെ സ്വത്തുക്കളൊക്കെ 2 മക്കൾക്കുമായി ഭാഗിച്ചു കൊടുക്കുന്ന ഒരപ്പൻ തനിക്ക് വേണ്ടി ഒന്നും തന്നെ നീക്കി വെക്കുന്നില്ല. കുറച്ചും കൂടി മെച്ചപ്പെട്ട സ്നേഹാന്വേഷണങ്ങൾക്ക് വേണ്ടിയാണല്ലോ ആ പുത്രൻ തൻ്റെ പിതാവിൽ നിന്ന് തനിക്കുള്ളതൊക്കെ മേടിച്ചെടുത്ത് വീട് വിടുന്നത്. എന്നിട്ട് ആ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെടുത്തി നശിപ്പിച്ചതിന് ശേഷം വചനത്തിൻ്റെ മധ്യഭാഗത്തിൽ സുവിശേഷം ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് നൽകുന്ന ഒരു ചിന്തയുണ്ട്. അവൻ പന്നിക്കൂട്ടുകളിൽ ജോലി എടുത്തുകൊണ്ടിരുന്നപ്പോൾ അവന് സുബോധമുണ്ടായി. തപസ്സിൻ്റെ 4ാമത്തെ ആഴ്ച ഈ ഒരു സുബോധത്തെക്കുറിച്ച് ധ്യാനിക്കുന്നത് ഉചിതമാണെന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സുബോധമുണ്ടാകുക? ആ പുത്രൻ അപ്പനിലേക്ക് മടങ്ങി വരാൻ കാരണമായ ഈ സുബോധത്തിന് 4 ഘട്ടങ്ങളുണ്ട്. സുബോധത്തിലേക്കുള്ള ആദ്യത്തെ പടി സെൽഫ് നോളജാണ്. എന്നെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയാണ്. അതായത് ഞാൻ എന്താണ് എന്നുള്ളൊരു ചിന്ത നമ്മളെ കുറച്ചുകൂടി മെച്ചപ്പെട്ട വ്യക്തികളാക്കി മാറ്റും. പലപ്പോഴും നമ്മുടെ പ്രശ്നം ഇതാണ്, നമ്മളിലേക്കുള്ള യാത്രയാണ്. മറ്റുള്ളവരിലേക്കൊക്കെ ഒരുപാട് യാത്രകൾ നമ്മൾ നടത്താറുണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിലേക്ക് ട്രൂലി എന്താണ് ഞാനെന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ? അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി പരുക്കനായ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ധൂർത്തപുത്രനുണ്ടാകുന്ന ആദ്യത്തെ വികാരം എന്ന് പറയുന്നത് അവൻ അവനെക്കുറിച്ച് തന്നെ അറിഞ്ഞു എന്നുള്ളതാണ്. ഈ സെൽഫ് നോളജിൽ നിന്നാണ് 2ാമത്തെ പടിയിലേക്ക് നടക്കുക, സെൽഫ് ആക്സെപ്റ്റൻസ്. അവൻ അവനെ തന്നെ അംഗീകരിക്കുന്നുണ്ട്. അവന് മനസ്സിലാകുന്നുണ്ട് അവൻ്റെ കുറവുകൾ എന്താണ്. അതുകൊണ്ട് അവൻ ചിന്തിക്കുന്നത്, ഒരു ഭൃത്യനായിട്ടെങ്കിലും എൻ്റെ ഭവനത്തിൽ ചെന്ന് താമസിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. എൻ്റെ കുറവുകൾ മനസ്സിലാക്കുക, എനിക്ക് എൻ്റേതായ പൊട്ടൻഷ്യൽസും എൻ്റേതായ ന്യൂനതകളും എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക. ചില മനുഷ്യരെയൊക്കെ നമ്മൾ കാണാറില്ലേ, എല്ലാവരോടും കലഹിക്കുന്ന ചില മനുഷ്യർ. സത്യത്തിൽ അവർക്ക് അവരെ തന്നെ അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. നമ്മളോടല്ല അവരുടെ ദേഷ്യം, അവർക്ക് അവരോട് തന്നെയാണ്. നമ്മളെ തന്നെ അംഗീകരിക്കുക. ഈ അംഗീകരിക്കുക എന്നതിൽ നിന്നാണ് 3ാമത്തെ പടിയിലേക്ക് ധൂർത്തപുത്രൻ കിടക്കുന്നത്, സെൽഫ് ലവ്. സ്വയം സ്നേഹിക്കുക. സ്വയം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സ്വാർത്ഥത എന്നതല്ല, അല്ലെങ്കിൽ സെൽഫിഷ്നെസ് എന്നതല്ല അർത്ഥമാക്കുക. സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞാൽ സ്വയം സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റില്ല, ഈ ഒരു അവസ്ഥയാണ്. പക്ഷേ സെൽഫ് ലവ് എന്നതുകൊണ്ട് സുവിശേഷം വ്യക്തമാക്കുന്നത് ഞാൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും. ധൂർത്തപുത്രൻ അവനെ തന്നെ സ്നേഹിക്കുവാൻ തുടങ്ങും, അവനെ തന്നെ തിരിച്ചറിയാൻ തുടങ്ങുന്നു. തൻ്റെ ജീവിതത്തെ കുറച്ചും കൂടി വ്യർത്ഥമുള്ളതാണെന്നും അർത്ഥമുള്ളതാണെന്നും അവൻ മനസ്സിലാക്കി സ്നേഹിച്ചു തുടങ്ങുന്നു. ആ ഒരു സ്വയം സ്നേഹത്തിൽ നിന്ന് 4ാമത്തെ പടിയിലേക്ക് അവൻ എത്തുന്നുണ്ട്. ഞാൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്, സംബഡി ഈസ് പാഷനേറ്റ്ലി ലവിങ്. വേറൊരാൾ എന്നെ അഗാധമായി സ്നേഹിക്കുന്നുണ്ട്, സ്വന്തം പിതാവാണത്. ഈ ഒരു സുബോധമാണ്, ഈ ഒരു തിരിച്ചറിവാണ് ധൂർത്തപുത്രനെ മടങ്ങിപ്പോകുവാനായിട്ട് സഹായിക്കുന്നത്. താൻ സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള ചിന്തയാണ് സത്യത്തിൽ ദൈവാനുഭവം എന്ന് പറഞ്ഞാൽ. ദൈവത്തിൻ്റെ ആനന്ദത്തിലേക്ക് മടങ്ങിപ്പോകുന്നതാണ് സത്യത്തിൽ തപസ്സുകാലം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഈ 4 ഘട്ടങ്ങളിലൂടെ ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ തന്നെ സ്നേഹിക്കുന്ന, കരുതുന്ന ഒരു അപ്പനുണ്ടെന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ ഒരു മടക്കയാത്ര അനിവാര്യമാണ്. ഇന്ന് തന്തവൈബ് എന്നൊക്കെ പറഞ്ഞ് മുതിർന്നവരെയും മാതാപിതാക്കളെയും നമ്മൾ പലപ്പോഴും പരാമർശിക്കാറുണ്ട്. സത്യത്തിൽ ഈ കളിയാക്കുന്നത് അവരുടെ സ്നേഹത്തെയും കരുതലിനെയുമാണെന്ന് തിരിച്ചറിയുക. ഒരു മകന് വേണ്ടി ഒരു കുടുംബം മുഴുവൻ ആ മകനെ മറന്നുപോയിട്ടും എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ ഒരു അപ്പന് കഴിഞ്ഞിരുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ ഇന്ന് കളിയാക്കുന്ന തന്തവൈബ് എന്നൊക്കെ നമ്മൾ പറയുക. അതുപോലെ അതിനേക്കാൾ അഗാധമായി നമ്മളെ സ്നേഹിക്കുന്ന പിതാവായ ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ആ തിരിച്ചറിവുണ്ടാകുമ്പോൾ അവനിലേക്ക് ഓടിയെത്താൻ നമ്മുടെ ഹൃദയവും ജീവിതവും വെമ്പുന്നുണ്ടാവും. അങ്ങനെ ഒരു മടക്കയാത്രയാണ് ധൂർത്തപുത്രൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. തപസ് ഏകദേശം പകുതിയായി കഴിഞ്ഞു. ഇനിയും ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകാൻ, എൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി തിരികെ പിടിക്കാൻ, ചില സ്നേഹങ്ങളിലേക്ക്
തിരികെ എത്താൻ എനിക്കെന്താണ് ഇത്ര മടി?